ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിലെത്തിയപ്പോൾ ആദ്യമായി ഹബീബിന് കുടിക്കാൻ കൊടുക്കുന്ന 2 കപ്പ് വെള്ളം, ഒന്നിൽ മദ്യമാണ്, ഒന്നിൽ പാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളുടെ കൈകളിൽ കൊടുത്തപ്പോൾ ഫഖ്താറൽ ലബൻ, നബി തങ്ങൾ പാല് തിരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുദീതൽ ഫിത്ര, നബിയെ പരിശുദ്ധമായ മനുഷ്യന്റെ പ്രകൃതമാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. കാരണം പാല് അള്ളാഹു സംവിധാനിച്ചത് അങ്ങനെ തന്നെയാണ്. മൃഗത്തിൽ നിന്ന് കിട്ടുന്നു, നേരെ കുടിക്കുന്നു. കള്ള് അത് മുന്തിരി എന്ന റബ്ബുണ്ടാക്കിയ പഴത്തിൽ നിന്ന് മനുഷ്യൻ ഇടപെട്ട് അതിനെ കേടുവരുത്തി മദ്യമാക്കിയതാണ്, മനുഷ്യന്റെ ബുദ്ധിയെ തകരാറിലാക്കാൻ. അതുകൊണ്ട് അത് ഫിത്രത്തിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. മറ്റേത് പ്രകൃതിപരമായ ഭക്ഷണമാണ്. നബിയെ അങ്ങ് തെരഞ്ഞെടുത്തത് നല്ല ഭക്ഷണമാണ്. നോക്കണം, അന്ന് മദ്യം ഹറാമായിട്ടില്ല, പക്ഷെ മദ്യം കാണിച്ചു കൊടുത്തത് ഹറാമാകാൻ പോവുകയാ. മദീന കാലഘട്ടത്തിന്റെ ശേഷമാണ് മദ്യം ഹറാമാകുന്നത്. ആദ്യം ഇറങ്ങുന്ന മദ്യവും ലഹരിയും നിഷിദ്ധമാണ് എന്ന് ഖുർആൻ പറയാൻ തുടക്കം കുറിച്ച ആയത്ത് ശ്രദ്ധിച്ചു നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.